പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോവാണ് മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷൻ. പോക്കറ്റ് അല്ല, ജാവ. അണ്ണൻ എപ്പോഴും പോക്കറ്റ് എഡിഷനിൽ സ്റ്റക്കായി നിൽക്കുക. ആടഷിൻചാന് അത് ശരിയാ, ഇത് മൈൻക്രാഫ്റ്റ് ജാവ എഡിഷനാ. ഞാൻ ഇത്രയും കാലം പോക്കറ്റ് എഡിഷനായിരുന്നു കളിക്കേണ്ടായിരുന്നത്. ഇപ്പോൾ അതേ ജാവയിലേക്ക് മാറി. ഞാൻ പിന്നെ ഷെയ്ഡേഴ്സും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഷെയ്ഡേഴ്സ് വെച്ചോണ്ട് നമ്മുടെ ഗെയിം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അണ്ണാ, ഇത് ഭയങ്കര ഗ്രാഫിക്സ് ആണല്ലോ. പീസ് അടിച്ച് പോകുന്നില്ലല്ലോ. പോടാ. അണ്ണാ, ഇതിലിപ്പോ ആദ്യം എന്താ ചെയ്യണ്ടേ? മരം വെട്ടണ? ആടഷിൻചാന് ഇതിൽ ആദ്യം മരം വെട്ടണം. എന്നിട്ട് എന്തൊരു സംഭവമുണ്ട്, അതിനെന്നിട്ട് പറയാ, ക്രാഫ്റ്റിംഗ് ടേബിള്. നമുക്കാദ്യം ക്രാഫ്റ്റിംഗ് ടേബിള് ഉണ്ടാക്കണം. എന്നിട്ട് കുറച്ച് വുഡൻ്റെ ടൂൾസ് അതുണ്ടാക്കാം. ഇവിടെ ഞാൻ കുറച്ച് വുഡൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വുഡില്ലേ അത് പ്ലാങ്ക്സ് ആക്കി മാറ്റാം. ഇതേപോലെ അങ്ങ് മാറ്റാം. പിന്നെ കുറച്ച് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വെപ്പൺസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളാണ് ഈ ഗെയിമിൻ്റെ മെയിൻ സാധനം. ഇതില്ലെങ്കിൽ കളി നടക്കില്ല. ഇവിടെ ഞാനങ്ങനെ ഒരു വുഡൻ്റെ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അണ്ണാ, വുഡന്റെ പിക്കാക്സ് മാത്രം മതിയാ? ബാക്കി വെപ്പൺസ് ഉണ്ടായിരുന്നല്ലോ. അതില് ആക്സ്, ഷവല്, പിന്നെ എന്നിട്ട് ഹോയ, അതൊക്കെ ക്രാഫ്റ്റ് ചെയ്യണില്ലേ? ആടഷിൻചാനെ അതൊക്കെ ക്രാഫ്റ്റ് ചെയ്യണം. ഈ മരത്തിൻ്റെ ടൂൾസ് ഇല്ലേ അതിന് വലിയ ബലമൊന്നുമില്ല, അത് പെട്ടെന്ന് ഒടിഞ്ഞു പോവും. കല്ലിൻ്റെ ടൂൾസാണ് കുറച്ചുകൂടി നല്ലത്, അത് കുറച്ചധികം നേരം നിൽക്കും. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ സ്റ്റോൺ ഉണ്ട്, അതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം. ഈ പിക്കാക്സ് ഉണ്ടെങ്കിലേ നമുക്ക് സ്റ്റോൺ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അണ്ണാ, അവിടെ എന്തുണ്ടല്ലോ ഒരു കറുപ്പ് കളറില്? ആടെ പിഞ്ചാനെ ഇതാ മറ്റേ കൽക്കരിയാ, ഇതും കൂടി നമുക്ക് കളക്ട് ചെയ്യാം. നമ്മൾ ഫുഡ് ഉണ്ടാക്കില്ലേ, ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൽക്കരി ആവശ്യമുണ്ടാവും. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മുടെ മരത്തിൻ്റെ പിക്കാക്സ് ഇല്ലേ അത് ഒടിഞ്ഞു പോയി കാണട്ടാ. നമുക്കിനി പോയിട്ട് സ്റ്റോണിൻ്റെ ടൂൾസ് ഉണ്ടാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മരത്തിൻ്റെ ടൂൾസ് അധികം നേരം നിൽക്കില്ല. നമുക്കപ്പോൾ സ്റ്റോണിൻ്റെ ആക്സ് ക്രാഫ്റ്റ് ചെയ്യാം, പിന്നെ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് സ്റ്റിക്ക് വേണ്ടി വരും. കുറച്ച് അധികം സ്റ്റിക്ക് അങ്ങ് ക്രാഫ്റ്റ് ചെയ്യാം. പിക്കാക്സും പിന്നെ ഷവലും ഇത് മതി തൽക്കാലം. ഏയ്, അപ്പൊ മറ്റേ സോഡും പിന്നെ ഹോയും ക്രാഫ്റ്റ് ചെയ്യണില്ലേ? ഏയ്, സോഡിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. നമ്മുടെ കയ്യിൽ ആക്സ് ഉണ്ടല്ലോ, അത് മതി. നമുക്കിനി വില്ലേജും കൂടി കണ്ടുപിടിക്കണം കേട്ടാ. വില്ലേജ് കണ്ടുപിടിച്ചാലേ ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ. ഈ ഗെയിമിലപ്പോ വില്ലേജ് ഒക്കെ ഉണ്ട്. വില്ലേജ് പോയിട്ട് എന്തൊട്ട് ചെയ്യാനാ? അതൊക്കെ ഉണ്ട് പിഞ്ചാനെ. വില്ലേജ് പോയിട്ടേ ഒരു 100 കൂട്ടം പരിപാടി ഉണ്ട്. നമുക്കപ്പോൾ ആദ്യം ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. അതിപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, കുറച്ച് ടൈം എടുക്കും. ഇവിടെ പിന്നെ കുറേ മീനുണ്ട്, ഇതൊക്കെ നമുക്ക് പിടിക്കാം. ഇതിൽ പിന്നെ മീൻ പിടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടാ. മറ്റേ പോക്കറ്റ് എഡിഷനിൽ കളിച്ചപ്പോളാ അതിൽ ഭയങ്കര പാടായിരുന്നു. ഇതിൽ പിന്നെ നമുക്ക് ആക്സ് വെച്ച് സുഖമായിട്ട് കൊല്ലാൻ പറ്റും. ഹലോ മിസ്റ്റർ പന്നി, എന്തൊക്കെയുണ്ട്, സുഖല്ലേ? കുറെ കാലയിലൊക്കെ കണ്ടിട്ട്. അതിന് നീ ഏതടാ, അങ്ങോട്ട് മാർക്ക്. എടാ ഷിൻചാനെ പിഞ്ചാനെ, ഈ സ്ഥലം വലിയ കുഴപ്പമില്ല കേട്ടാ. നമുക്കിതിൻ്റെ കോർഡിനേറ്റ്സ് ഇല്ലേ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം വരും. ഇതിൽ പിന്നെ കോർഡിനേറ്റ്സ് നോക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടാ. ഇതിൽ പിന്നെ നമ്മൾ എത്ര ദിവസം സർവൈവ് ചെയ്തു എന്ന് അതും കൂടി അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഡേ 0 എന്നാ കാണിക്കണേ. അണ്ണാ, നമുക്കിനി ഇവിടെ വീടൊക്കെ പണിയണ്ടേ? എവിടെ പണിയാ? ഈ സ്ഥലത്ത് പണിതാ മതിയാവോ? ഈ സ്ഥലം വലിയ കുഴപ്പമൊന്നുമില്ല. ആടഷിൻചാനെ ഞാനും അത് തന്നെ ആലോചിക്കണേ. നമുക്ക് ഈ ഭാഗത്ത് വീട് പണിതാൽ മതി. ഞാൻ പിന്നെ അവിടെ എന്തൊരു സംഭവം കണ്ടു, മിക്കവാറും അത് വില്ലേജാവും. നമുക്കൊന്ന് ചെന്ന് നോക്കി നോക്കാം. ഒരു മിനിറ്റ്, ഇവിടെ ഇഷ്ടം പോലെ ഷീപ്പുണ്ട്, എല്ലാത്തിനും അങ്ങ് തീർത്തളയാം. ഒരെണ്ണത്തിനും വെറുതെ വിടണില്ല. ഇതിൽ പിന്നെ ഷീപ്പിനില്ലേ ഒരടിക്ക് കൊല്ലാൻ പറ്റും കേട്ടോ.
ഇതുണ്ടില്ലേ, ഒരടിക്ക് കൊന്നു. അത് കൊള്ളാം. അണ്ണാ ഇവിടെ പോ രാത്രിയാ പറയലോ. ഇനിയിപ്പോ എന്തു ചെയ്യാ? എവിടെ കൂടെ കിടന്നുറങ്ങാ? നമുക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല. എടാ പിഞ്ചാനെ, ഇവിടെ നമുക്ക് കിടന്നുറങ്ങാനായിട്ട് സ്വന്തമായിട്ട് വീട് വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഇത് കണ്ടില്ലേ, ഇവിടെ വില്ലേജിൽ ഇഷ്ടം പോലെ വീടുണ്ട്. നമുക്കിതിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി കിടന്നുറങ്ങാം. അതിനു മുൻപ് ചെറിയൊരു പണിയുണ്ട്. ഇവിടെ കുറച്ച് വില്ലേജസ് ഉണ്ട്, അവരെ നമുക്ക് ട്രാപ്പ് ചെയ്യണം. ട്രാപ്പ് ചെയ്യേ? അതെന്തിനാ? അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും. ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ തന്നെ മനസ്സിലാവും. ഇവിടെ ആരെങ്കിലും കിടന്നുറങ്ങണ്ട. ഓക്കെ, ഒരാൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഇവരെയും കൂടി ട്രാപ്പ് ചെയ്യാം. ലെറ്റ്സ് ഗോ. നമുക്കിനി കിടന്നുറങ്ങാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സോംബീസൊക്കെ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യും. ഇവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്, അതവിടെ കിടന്നുറങ്ങിക്കോട്ടെ. നമുക്കൊരു ബെഡ് അങ്ങ് ക്രാഫ്റ്റ് ചെയ്യാം. നമ്മുടെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ വൂളുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു ബെഡ് അങ്ങ് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം, എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഓക്കെ, ഇവിടെ അങ്ങനെ നേരം വെളുത്തേക്കാണ്. എന്താടാ നോക്കി പഠിപ്പിക്കേ? അണ്ണാ അവിടെ ഒരു റോബോട്ട് ഉണ്ട്. റോബോട്ടാ? അത് റോബോട്ടല്ല, അയൺഗോളാ. നമുക്ക് അതിനെ കൊല്ലാനൊക്കെ പറ്റും, അന്നേരം അയൺ കിട്ടും. ഇപ്പം പക്ഷേ അതിനെ കൊല്ലണ്ട, സമയമുണ്ട്. ഇവിടെയും ഒരു വില്ലേജർ ഇരിക്കുന്നുണ്ട്, അതിനും കൂടി അങ്ങ് ട്രാപ്പ് ചെയ്യാം. ഇവരൊക്കെ നമുക്ക് പിന്നീട് ആവശ്യം വരും, അതുകൊണ്ട് ഞാനിവരെ ട്രാപ്പ് ചെയ്യണേ. ഇവിടെ പിന്നെ ആരോ നട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വീറ്റ്, പൊട്ടാറ്റോ, ക്യാരറ്റൊക്കെ ഉണ്ട്. ഇതും കൂടി നമുക്കങ്ങ് എടുത്തേക്കാം. അണ്ണാ ഇത് വല്ലവരും നട്ടതല്ലേ, നമ്മളെന്തിനാ എടുക്കണേ? ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവരൊന്നും പറയൊന്നുമില്ല. നമുക്കിതെടുത്തിട്ടെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നടാം. അതെ, ഇവിടെ മറ്റേ ക്രീപ്പർ ഉണ്ട് കേട്ടാ. ഇത് ഭയങ്കര പെശക, ഇതിനെ കൊന്നില്ലെങ്കിൽ ശരിയാവില്ല. ലെറ്റ്സ് ഗോ. എടാ ഷിൻചാനെ, പിഞ്ചാനെ, അങ്ങോട്ട് നോക്കിയേ. അവിടെ മറ്റേ മരമുണ്ട്, ചെറി ബ്ലോസം. നമുക്ക് പോയിട്ട് അതിൻ്റെ വുഡ് കളക്ട് ചെയ്യാം. അത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാ, പിങ്ക് കളറിലാണ് ഉണ്ടാവുക. ഒരു മിനിറ്റ്, ഇവിടെ വേറൊരു വില്ലേജ് ഉണ്ടല്ലോ. ഒരേ സ്ഥലത്ത് 2 വില്ലേജാ. അണ്ണാ ഇതെന്തത്? മറ്റേ 8 കൈലിയുടെ വലയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. എടാ ഷിൻചാനെ, ഇതൊരു അബാൻഡഡ് വില്ലേജാ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ മരിച്ചു പോയി, ചിലവരൊക്കെ സോംബിയായിട്ട് മാറും ചെയ്തു. അങ്ങനെയുണ്ട്. നമുക്ക് പതുക്കെ അകത്തേക്ക് കയറാം. ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്. ഈ കോമ്പസ് അങ്ങ് നമുക്ക് എടുക്കാം, കോമ്പസ് നമുക്ക് ആവശ്യം വരും. ഇവിടെ പിന്നെ ആ ഒരു വീട്ടിൽ മാത്രമേ ചെസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി വീടുകളിലൊന്നും ചെസ്റ്റ് ഇല്ല. ഇവിടെ ഇപ്പോൾ വന്നിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഈ പിങ്ക് കളർ മരമില്ലേ, അതങ്ങ് വെട്ടിയെടുക്കാം. ഈ മരം കാണാനായിട്ട് ഭയങ്കര ഭംഗിയാ. ഇതിൻ്റെ വുഡും പിങ്ക് കളറിലാ. നമുക്ക് ഇതുകൊണ്ട് തന്നെ വീട് പണിതാൽ മതി, അതായിരിക്കും നല്ലത്. ഇതിൻ്റെ സാപ്ലിങ്ങും കൂടി കളക്ട് ചെയ്യണം. സാപ്ലിങ് കിട്ടി കഴിഞ്ഞാൽ കുഴപ്പമില്ല, പിന്നെ നമുക്ക് ആ വില്ലേജിൻ്റെ അവിടെ പോയിട്ട് നടാൻ പറ്റും. ഇവിടെ പിന്നെ എനിക്ക് 7 സാപ്ലിങ് കിട്ടിയിട്ടുണ്ട്, അതിപ്പോൾ ഏതായാലും ധാരാളാ. നമുക്കപ്പോൾ നേരെ വില്ലേജിലേക്ക് പോവാം. നമുക്ക് ഈ ഭാഗത്തായിട്ട് വീട് പണിയാം. ഇതാണെങ്കിൽ വില്ലേജിൻ്റെ അടുത്താ. ഈ സ്ഥലം പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഒരു പ്ലെയിനായ സ്ഥലമാണ്. ആ വീട് പണിയണത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.